ആ ഒരു കൊതിയില്ലേ, വിജയിക്കാനുള്ള ഒരു കൊതി, ആ ഒരു ഹങ്കർ ഉണ്ടായിരിക്കണം. യു ഹാവ് ടു ഹാവ് ദ ക്രേവിംഗ്. ഹങ്കർ എപ്പോഴാണ് ഉണ്ടാവുക? പട്ടിണി അടക്കുമ്പോഴാണ്, വിശക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് റെസിപ്പി ടു സക്സസ് ഈസ് എ എംപ്റ്റി പോക്കറ്റ് ആൻഡ് സ്റ്റാർവിംഗ് സ്റ്റൊമക്ക്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ യു ആർ ദി മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ടു ബി സക്സസ്ഫുൾ. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനുള്ള എലിജിബിലിറ്റിയാണ്. പോക്കറ്റിൽ പൈസ ഉണ്ടാവരുത്. ഒട്ടിയ വയറും കാലി കീശയുമാണ് സക്സസ്ഫുൾ ആകാനുള്ള റെസിപ്പി. അങ്ങനെ ഉള്ളവരാണ് എറ്റേണൽ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടു ബി ഓണസ്റ്റ്, ഉപ്പ ഉണ്ടാക്കിയ പൈസയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ പറയുന്നത്. സെലിബ്രിറ്റിയുടെ മക്കളെ കുറിച്ചല്ല പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യരെ ഒന്ന് എടുത്തു നോക്കിയേ. സെൽഫ് മെയ്ഡ് മില്യനേഴ്സ് ഒക്കെ, അവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ സ്ട്രഗിൾസ് ആയിരുന്നു അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം ആരായിരുന്നു? വളരെ പൂർ ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. യൂസുഫ് അലി സാഹിബ് ആരായിരുന്നു? ഒരു സാധാരണ ഒരു കച്ചവടക്കാരനായിരുന്നു. ആ മനുഷ്യൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ഇപ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമല്ലേ നമ്മളൊക്കെ അറിഞ്ഞ. സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പും യൂസുഫ് അലി സാഹിബ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആരും കണ്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആള് പോയ സ്ട്രഗിൾസും ആള് പോയ പെയിനും ആൾ അനുഭവിച്ച വേദനയൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ ആള് പോയ പ്രൈവറ്റ് ജെറ്റിനെ കുറിച്ചും ആള് പോകുന്ന ബെൻലിയെ കുറിച്ചും റോൾസ് റോയ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. സക്സസ്ഫുൾ ആകണമെങ്കിൽ ഉള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഇടങ്ങേറായിരിക്കണം. നമ്മൾ ഇടങ്ങേറായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മളെക്കാൾ ഇടങ്ങേറായിരിക്കുന്ന കുറെ മനുഷ്യരെ പോയി കാണണം. എന്നിട്ട് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം, അവരെ കൈപിടിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സെൽഫ്ലെസ് ആയി നിന്നുകൊണ്ട് സെർവ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവണം.